തൃപ്പൂണിത്തുറ പേട്ട ജംഗ്ഷനിൽ നിന്ന് മാറിയിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വൈസ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സിറ്റിയിലേക്കും അതേപോലെ ഹൈവേയിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യമാണ് ഇൻഫോ പാർക്കിലേക്കൊക്കെ പോകാനായിട്ട് വളരെ നല്ലൊരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. എങ്ങോട്ട് പോകാനാണെങ്കിൽ ആക്സസബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. പേട്ട ജംഗ്ഷനിൽ ഒരു 950 മീറ്റർ മറിച്ചാണ് നിൽക്കുന്നത്. അതെ, എൻ്റെ ബാക്കിൽ കാണുന്ന ആ വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന ആ ഇൻഡിപെൻഡൻറ്റ് വീട്. ഈ വീട് 2013 കംപ്ലീഷനായ വീടാണ്. ഓണർ താമസിച്ചിട്ടില്ല, കാരണം അദ്ദേഹം ഡൽഹി സെറ്റിൽഡ് ആണ്. അദ്ദേഹത്തിൻ്റെ വീടാണ്. വീട് കയറി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ 2013 കംപ്ലീഷനായ വീടായതുകൊണ്ട് തന്നെ ആ ഒരു മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ഈ വീടിൻ്റെ കവേഡ് പാർക്കിംഗ് ഏരിയയിലാണ്. കവേഡ് പാർക്കിംഗ് എന്ന് വെച്ചാൽ വലിയൊരു ആഡംബരക്കാർ ഇട്ടാലും 1-2 ടൂ വീലറും ഒക്കെയുള്ള സ്പേസ് കൂട്ടിയിട്ട് അത്രയും വലിയൊരു സ്പേസാണ് കവേഡ് പാർക്കിങ്ങിലുള്ളത്. അല്ലാതെ തന്നെ 2-3 വണ്ടിക്ക് ഇടാനുള്ള സ്പേസ് പുറത്തല്ലാതെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് പാർക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പൂന്തോട്ടമൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഒരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത സ്പേസ് ഉണ്ട്. അതോടൊപ്പം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ഏരിയാസാണ്. കാരണം ശരിക്കും നഗരമധ്യത്തിലാണ് സ്ഥിതി എങ്കിൽ പോലും നമുക്കിവിടെ നിൽക്കുമ്പോൾ ആ ഒരു ഒച്ചപ്പാടോ അല്ലെങ്കിൽ വണ്ടികളുടെ ശബ്ദകലാകളോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ശരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വന്നൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുക. ഈ കവേഡ് പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ ഈ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്താണ് വാട്ടർ ടാങ്ക്, കിണർ, അതൊക്കെ ആ ഭാഗത്താണ് വരുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ്. ഇപ്പോൾ കണ്ടാണല്ലോ, കാരണം വുഡിൽ ചാരുപൊടിയൊക്കെ ചെയ്തിട്ട് ടെക്സ്ചർ വർക്കൊക്കെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റാണ് ഇവിടെ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകത്താണെങ്കിലും ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, സിറ്റ് ഔട്ടിൻ്റെ ഭാഗമൊക്കെ വോളെല്ലാം മരം കൊണ്ട് ചെയ്തേക്കുന്നതാണ്. ആ ഒരു ഭംഗി തന്നെ ഒരു ആഡംബരത്വം വിളിച്ചോതുന്നൊരു വ്യൂ ആണ്. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ കയറി വരുന്ന ഏരിയയാണ് ലിവിങ് ഏരിയ. വലിയൊരു ലിവിങ് ഏരിയ ആണ് നോക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഫ്ലോറിങ് എല്ലാം ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ലിവിങ് ഏരിയയിൽ വലിയൊരു TV യൂണിറ്റ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നല്ലൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. ലിവിങ് ഏരിയ നമ്മൾ നേരെ കടന്നു വരുന്നതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ പോരട്ടോ, ഒരു വമ്പൻ ഒരു ഏരിയ നമുക്ക് കിട്ടില്ല. കാരണം അതിൻ്റെ ഒപ്പം തന്നെ റൈസുകൾ, കബോർഡ് വർക്കൊക്കെ ചേർത്തിട്ട് നല്ലൊരു സ്പേസും കൂടി ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്പേസ് തന്നെ ഉണ്ടല്ലേ, ഇവിടെ ചുമ്മാ ഇരുന്നിരിക്കാനോ ഒക്കെ ആയിട്ട് നല്ലൊരു സ്പേസും കൂടി നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഇടത് ഭാഗത്ത് വാഷിംഗ് ഏരിയ കഴിഞ്ഞിട്ട് വരുമ്പോൾ മുകളിലേക്കുള്ള സ്റ്റെയറാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് വാഷിംഗ് ഏരിയ. കോമൺ ആയിട്ടൊരു വാഷിംഗ് ഏരിയയാണ്. കാരണം നമുക്ക് ഗസ്റ്റ് മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമൺ ആയിട്ടുള്ള ആ വാഷ് ഏരിയ ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ ഒരു ബെഡ്റൂമാണ് താഴത്തുള്ളത്. ആ ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ആ റൂമിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കിൽ നോക്കി ഈ കബോർഡ് വർക്കുകളെല്ലാം മരമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ക്വാളിറ്റി തന്നെ ഈ കബോർഡ്സ് ഉണ്ട്. ഇതിപ്പം എല്ലാ റൂംസും അറ്റാച്ചാണ്. ഒരു വാഷ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ നേരെ കറന്നു വരുന്നത് ഇനി അടുക്കളയിലേക്കാണ്. അടുക്കള തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത് സ്പേസാണ് ഈ അടുക്കളയ്ക്കുള്ളത് എന്നുള്ളത്. കാരണം കബോർഡ് വർക്കുകളും ഈ ഗ്രാനൈറ്റ് വർക്കുകളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം മരമാണോ യൂസ് ചെയ്തേക്കണം ഇതിനകത്തൊക്കെ, കബോർഡ്സിനൊക്കെ. അതോടൊപ്പം തന്നെ വലിയൊരു ഏരിയയാണ് അടുക്കളയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചണ് 2 തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവനൊക്കെ വയ്ക്കാനുള്ള ഈ ഓവൻ വയ്ക്കാൻ നല്ലൊരു സ്പേസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 2 പാർട്ടീഷൻ വന്നിട്ട് ഒരു ഭാഗം വാഷിംഗ് ഏരിയയ്ക്കും മറ്റേത് ഓവൻ പാചകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ്. കിച്ചണിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു വലിയൊരു സ്പേസ് ഉണ്ട്. കാരണം ചുറ്റോട് ചുറ്റും നല്ല സ്പേസ് വീടിന് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് വിശേഷം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സ്റ്റെപ്സ് എല്ലാം യൂസ് ചെയ്തത് ഗ്രാനൈറ്റ് ആണ്. അതിൻ്റെ ഒപ്പം ഹാൻഡിൽ ചെയ്തേക്കുന്നത് SS-ലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രാനൈറ്റ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, ടൈലാണ്, വെർട്ടിഫൈ ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു ലിവിങ് ഏരിയ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 4 ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ ഒരു ബെഡ്റൂം നമ്മൾ താഴെ കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള 3 ബെഡ്റൂം വരുന്നത് ഈ മുകൾ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ 2 വശത്ത് കാണുന്നതാണ് 2 റൂമിൽ വരണം, ഒരെണ്ണം അപ്പുറത്തെ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഈ 2 റൂമിലുള്ള വിശേഷങ്ങൾ ആദ്യം കാണാം. ഫസ്റ്റ് ഫ്ലോർ ഈ റൂം തന്നെ ഭയങ്കര വലിപ്പമുണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ
ഇപ്പോൾ ഈ ഒരു കിങ് സൈസ് ബെഡ് തന്നെ ഇട്ടാൽ തന്നെ പിന്നെ സ്പേസ് ഇഷ്ടം പോലെ ബാക്കി കിടക്കും. അതിൻ്റെ ഒപ്പം തന്നെ കണ്ടല്ലോ വാർഡ്രോബ്സ് നല്ല ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മേക്കപ്പ് ഏരിയ ഉൾപ്പെടെ സെറ്റ് ചെയ്തിട്ടാണ് വാർഡ്രോബ്സ് ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം എല്ലാ റൂംസും അറ്റാച്ച്ഡ് ആണ്. ഈ റൂമിൻ്റെ വാഷ്റൂം വരുന്നത് ഈ ഇടത് ഭാഗത്താണ്. ഇതാണ് രണ്ടാമത്തെ റൂം. മറ്റേത് ഒട്ടും വിഭിന്നമല്ല, കാരണം അത്രയും സ്പേസാണ് റൂമിൽ കിട്ടിയിട്ടുള്ളത്. കാരണം നല്ലൊരു സ്പേസ്, എല്ലാ റൂംസിനും സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് വാങ്ങുന്നവർക്ക് എപ്പോഴും മുതൽക്കൂട്ടായിരിക്കും വീട്. ഇതാണ് മുകളിലുള്ള മൂന്നാമത്തെ റൂം. മറ്റു റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മേക്കപ്പ് ഏരിയ ഒരു സൈഡിലേക്ക് മാറിയിട്ട് കയറുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ഇത്ര മറ്റൊരു കാര്യം, ഈ റൂമിന് ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട്. കണ്ടോ, ഇതാണ് ആ ബാൽക്കണി. ഇവിടെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചുമ്മാ വൈകിട്ടോ രാവിലെയൊക്കെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഒരു പേപ്പറൊക്കെ വായിച്ച് ചായ കുടിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണിത്. മറ്റൊരു സർപ്രൈസിൻ്റെ വീടിന് എന്താ പറയുക, ഈ വീട് ഞാൻ പറഞ്ഞല്ലോ 4 ബെഡ്റൂമാണെന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ സ്റ്റെയർ റൂമിൽ ചേർന്നിട്ട് ഡോറ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തെ ഈ ഒരു വലിയൊരു ബാൽക്കണി ഉണ്ട്. ഇത്രയും വലിയൊരു ബാൽക്കണി ഏരിയ വേണമെങ്കിൽ കവർ ചെയ്തെടുത്തിട്ട് വേറെ റൂമോ തന്നെ ആക്കിയെടുക്കാനുള്ള സ്പേസാണ് ഈ ബാൽക്കണിക്കല്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് വൈകിട്ടൊക്കെ ഫാമിലി ആയിട്ട് വന്നിരിക്കാനും നല്ലൊരു കാറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇത്ര ചൂടുള്ള സമയത്ത് വീഡിയോ എടുക്കുമ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല തണുത്ത കാറ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അത് തന്നെയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. 4 ബെഡ്റൂമും 2500 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് നിൽക്കുന്നത് 6.890 സെൻസിലാണ്, അതായത് 7 സെൻറ്റിന് തൊട്ട് താഴെ. ഈ വീടിൻ്റെ വില വരുന്നത് 1,20,00,000 രൂപയാണ്. പേട്ട മെട്രോ സ്റ്റേഷനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഈ വില ഒട്ടും കൂടുതലില്ല ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഐ എം അജയ് കുഷ്വം റിയൽ എസ്റ്റേറ്റ്. പുതിയൊരു വീടിൻ്റെ പുതിയൊരു വിശേഷങ്ങളായിരിക്കുന്നവരെ ഗുഡ് ബൈ.